ഹായ് നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 224/23M LDC സ്റ്റേജ് 3യുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സും ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924, 31, 32, 1925, 4 വർഷങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദ്യം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹം 1924, 25 കാലഘട്ടങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ തുടങ്ങിയതെന്നോ അവസാനിച്ചതെന്നോ ആയിരുന്നു എങ്കിൽ നമുക്ക് വ്യക്തമായിട്ടൊരു ഉത്തരം വരുമായിരുന്നു. ഇത് PSC ക്യാൻസൽ ചെയ്ത ഒരു ആൻസർ ആണ്. ഓക്കെ ഓർക്കുക. ഇനി 1924 മാർച്ച് 30-നാണ് 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത് അല്ലെ. പ്രധാനപ്പെട്ട നേതാക്കളാണ് TK മാധവൻ, KK കേളപ്പൻ, KP കേശവമേനോൻ എന്നിവർ. ഓക്കെ, 1925 ഇതിന്റെ ഭാഗമായി ഗാന്ധിജി എന്ത് ചെയ്തു, വൈക്കം സന്ദർശിച്ചിരുന്നു. പിന്നെ എന്താണ്, 1925 ഇത് അവസാനിക്കുന്നത്. അപ്പൊ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരമായ ചോദ്യങ്ങൾ വരുന്നുണ്ട്, നോക്കി വെക്കുക. രണ്ടാമത്തെ ചോദ്യം, പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് ആര് എന്നാണ്. കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമനാണോ, രണ്ടാമനാണോ, മൂന്നാമനാണോ, നാലാമനാണോ എന്നതാണ് ചോദ്യം. നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട അല്ലെ, ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സാമൂതിരി ആരാണ് സഹായിച്ചതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ സാമൂതിരിയുടെ പടത്തലവന്മാരെന്നാണ് കുഞ്ഞാലിമരയ്ക്കാർമാര് അറിയുന്നത്. അത് ഒരാളാണോ? അല്ല, 4 പ്രശസ്തരായ വീരന്മാരായ വ്യക്തിത്വങ്ങളാണ് അല്ലെ. അതിൽ ചാലിയം കോട്ട തിരിച്ചു പിടിക്കാൻ സഹായിച്ച വ്യക്തി ആര് എന്നതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആരാണിടാ നമ്മുടെ ആൻസർ? കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് കേട്ടോ. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ് ആൻസർ. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 1531 ചാലിയം കോട്ട പണി കഴിപ്പിക്കുന്നത്. 1531 ചാലിയം കോട്ട പണി കഴിപ്പിക്കുന്നത്. 1571, 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമന്റെ നേതൃത്വത്തിൽ ഇത് എന്താണ്, സാമൂതിരി തിരിച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത്, തകർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇപ്പൊ പണി കഴിപ്പിച്ച വർഷം 1531, തകർത്തതോ 1571. ഓക്കെ അല്ലേ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കും. എന്റെ ഗുരുനാഥൻ, ബാപ്പുജി, ഇന്ത്യയുടെ കരച്ചിൽ, പാഞ്ചാലി ശബ്ദം. ഇതിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ അല്ലാത്തത് ഏത് ആണ് എന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നു. ഇതിൽ എന്റെ ഗുരുനാഥനും ബാപ്പുജിയും അതുപോലെ തന്നെ ഇന്ത്യയുടെ കരച്ചിലും വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതികൾ തന്നെയാണ്. പാഞ്ചാലി ശബ്ദം വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതി അല്ല. അത് ആരുടെ കൃതിയാണ്? സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ D ആണ്. സുബ്രഹ്മണ്യ ഭാരതിയുടെ കൃതിയായ പാഞ്ചാലി ശബ്ദമാണ് ഇതിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം. ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെ എന്നാണ് ചോദ്യം. ഡൽഹി ആണോ, മുംബൈ ആണോ, ബാംഗ്ലൂർ ആണോ, ചെന്നൈ ആണോ? ഏതാണ്? നമുക്കറിയാം അല്ലെ, മുംബൈ ആണ് RBI അഥവാ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എന്ന് അറിയാം. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ ഓർക്കണം? ഏപ്രിൽ 1, 1935 RBI സ്ഥാപിതമാകുന്നത്. ആദ്യമായിട്ട് കൊൽക്കത്തയിലാണ് ഇത് സ്ഥാപിച്ചത്. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 1937 ഇത് മുംബൈയിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. റിസർവ് ബാങ്കിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോട്ട് ബൈ നോട്ടായിട്ട് ഓർത്ത് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല ഏത് എന്നതാണ്. ആരോഗ്യം സംരക്ഷണമാണോ, വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കലാണോ, ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കലാണോ, അവകാശ സംരക്ഷണമാണോ? അപ്പം ഈ തന്നിരിക്കുന്നതിൽ എന്താണ് രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതല എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. രാഷ്ട്രത്തിന്റെ മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഏത് തന്നിരിക്കുന്നതിൽ ഏതാണ്? നിർബന്ധത ആരോഗ്യ സംരക്ഷണം ചുമതലയാണ്, പക്ഷെ നിർബന്ധിതമാണോ എന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം വേണ്ട എന്നല്ല. നിർബന്ധിത ചുമതലയിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതെന്താണ്? അത് ഡിസ്ക്രിഷണറി അഥവാ വെൽഫെയർ ആക്ടിവിറ്റിയിൽ പെടുന്നതാണ്. വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതും വെൽഫെയർ ആക്ടിവിറ്റി അഥവാ ഡിസ്ക്രിഷണറി ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നതും വെൽഫെയർ ആക്ടിവിറ്റിയാണ്. എന്നാൽ ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ അല്ലെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ ആണ് അവകാശ സംരക്ഷണം. നമ്മുടെ ആൻസർ എന്താണ്?
ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അവകാശ സംരക്ഷണമാണ് ഒരു രാഷ്ട്രത്തിന്റെ നിർബന്ധിതമായ ചുമതലയിൽ ഉൾപ്പെടുന്നത്. ഇതുപോലെ തന്നെ ഈ രാഷ്ട്ര സംരക്ഷണം, അതിർത്തി കാക്കൽ, ഇതെല്ലാം നിർബന്ധിത ചുമതലയിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഡിസ്ക്രിഷണറി ഒബ്ലിഗേഷണറി ഫങ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് 6ാമത്തെ ചോദ്യം, സതി എന്ന ശ്രദ്ധേയമായ ചിത്രം താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അബനീന്ദ്രനാഥ് ടാഗോർ, രാജാ രവിവർമ്മ, നന്ദലാൽ ബോസ്, അമൃത ഷെർഗിൽ. സതി പറയടാ, വളരെ ഒരുപാട് PYQ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സതി എന്ന ശ്രദ്ധേയമായ ചിത്രം ആരാണ്? സതി നന്ദലാൽ ബോസ് ആണ് കേട്ടോ, നന്ദലാൽ ബോസ്. ഓക്കെ, നന്ദലാൽ ബോസ്. അപ്പൊ 1907 ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, 1907. ഓക്കെ, അതുപോലെ തന്നെ വളരെ പ്രശസ്തരായ അബനീന്ദ്രനാഥ് ടാഗോറിന്റെയും അമൃത ഷെർഗിലിന്റെയും എല്ലാം കൃത്യമായിട്ടുള്ള പിക്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടായിരിക്കണം. ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അടുത്ത ചോദ്യം 7ാമത്തെ ചോദ്യമാണ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, മുഹമ്മദ് അബ്ദുറഹിമാൻ, മൊയ്തു മൗലവി. അല്ലെ, കൊറിലേഷൻസിന്റെ ഭാഗത്ത് നിന്നുള്ളൊരു ചോദ്യമാണ്. നമുക്കിതിന്റെ ഉത്തരം കൃത്യമായിട്ട് അറിയാം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അല്ലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവി 1905 ഇത് സ്ഥാപിക്കുന്നത്. ഇദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ കേരള. കേരളത്തിലെ മുസ്ലിം നവോത്ഥന നായകന്മാരുടെ പിതാവ്, അല്ലെങ്കിൽ ഫാദർ ഓഫ് മുസ്ലിം റിനൈസൻസ് ഇൻ കേരള എന്നറിയപ്പെടുന്ന വ്യക്തിത്വം കൂടിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഓർത്തുവെക്കാം. അടുത്തത്, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് ആണോ? അർണോസ് പാതിരി, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, ബെഞ്ചമിൻ ബെയ്ലി? സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു ഭാഗവുമാണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, മലയാള ഭാഷയിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെതാണ്. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ മിഷണറി ആയിരുന്നു എന്നതുകൂടി ഓർത്തുവെക്കാം. ഓക്കെ ആണല്ലടാ. എന്നാൽ മലയാള ഭാഷാ വ്യാകരണം 1868 കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥമാണ്. ചോദ്യം ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 9ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ്? ചിനൂക്ക്, ഹർമാറ്റൻ, ലു, ഫോൻ. സ്ഥിരമായിട്ട് PYQല് ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, ലു ആണ് കേട്ടോ, ലു. ഓക്കെ, അപ്പം ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത്, അതായത് മെയ് ജൂൺ മാസങ്ങളിൽ അതിശക്തമായ ഉഷ്ണക്കാറ്റ്, വരണ്ടതും വളരെ ചൂടുള്ളതുമായ ഉഷ്ണക്കാറ്റാണ് ലു എന്ന് പറയുന്നത്. ഓക്കെ, ചിനൂക്ക് എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലും റോക്കി പർവ്വതനിരകളിലും ആണ്. ഹെർമാറ്റ എന്ന് പറയുന്നത് ആഫ്രിക്കയിലുള്ള ഡോക്ടർ വിൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഫെൻ എന്ന് പറയുന്നത് യൂറോപ്പിലാണ്. മുന്തിരിപ്പാടങ്ങൾ വിളയിക്കുന്നു എന്നൊക്കെ അറിയപ്പെടുന്നത് ഫൊന്നാണ്, യൂറോപ്പിലാണ്. അപ്പോൾ ഓർത്ത് വെക്കും. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന പ്രാദേശികവാദം ലു ആണ്. ഇതെന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ചൂട് കൂടിയ അല്ലെങ്കിൽ വരണ്ടതും ചൂടുള്ളതുമായ ഉഷ്ണക്കാറ്റാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം. മാരക രോഗമായ നിപ്പയ്ക്ക് കാരണമെന്ത്? നിപ്പ ഒരു വൈറസ് ആണോ, ഒരു ബാക്ടീരിയ ആണോ, ഫംഗസ് ആണോ, പ്രോട്ടോസോവയാണോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാലോ നിപ്പ വൈറസ് ആണ് എന്നറിയാം. നിപ്പ നമ്മൾ ഒരുപാട് ഭയന്ന ഒരു വൈറസ് ആണ് അല്ലേ. ഒരു കാലഘട്ടത്തിൽ 2018 കാലഘട്ടത്തിൽ നമ്മൾ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു വൈറസ് ആണ് നിപ്പ. എന്നാൽ നിപ്പ ആദ്യമായി 1998 മലേഷ്യയിലാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, 2018 ഇത് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിപ്പ ഒരു വൈറസ് ആണെന്നത് ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്. 11ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്. അപ്പൊ നമുക്കൊന്ന് ഡയറക്ഷൻസ് ഒന്ന് വരച്ചു നോക്കാം. നോർത്തില്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലെ. എടാ, കിഴക്ക് എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ് അല്ലേ. നമുക്ക് നോർത്തിൽ മോളിൽ പോകാം. നോർത്തിൽ ഏതാണ്? വടക്ക് ഏതാണ്? ഹിമാലയ പർവ്വതം. വടക്ക്
ഹിമാലയ പർവ്വതം അല്ലെ. രണ്ടാമത് ഇനി ഈസ്റ്റിലേതാണ്, കിഴക്കിലേതാണ് നമുക്കറിയാം, ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ. ബേ ഓഫ് ബംഗാൾ അല്ലേ കിഴക്ക് ബേ ഓഫ് ബംഗാൾ. ഇനി പടിഞ്ഞാറ് വെസ്റ്റ് ഏതാണ്, അറബിക്കടൽ അല്ലെ. തെക്കാണെങ്കിലോ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പം ഇവിടെ ബേ ഓഫ് ബംഗാൾ ആണ്, ഇവിടെ അറേബ്യൻ സീ ആണ്, താഴെ ഇന്ത്യൻ ഓഷൻ ആണ്. അപ്പോ 1 സി 2 ഡി, 1 സി 2 ഡി 3 ബി 4 എ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അതെല്ലാവർക്കും അറിയാമല്ലോ. വടക്ക് ഹിമാലയ പർവ്വതം, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, പടിഞ്ഞാറ് അറബിക്കടൽ, അതുപോലെ തന്നെ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രമാണ്. ഇന്ത്യക്ക് വളരെ ഭൂപ്രകൃതിയിൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ എന്നറിയപ്പെടുന്നത് സമതലങ്ങൾ, പീഠഭൂമികൾ, നദികൾ, തീരപ്രദേശങ്ങൾ. ഇന്ത്യയുടെ ഭക്ഷ്യകലവറയാവുമ്പോൾ അവിടെ കൃഷി ധാരാളമായിട്ട് നടക്കണം അല്ലെ. അപ്പൊ നദികളിൽ നടക്കുമോ, പീഠഭൂമികളിൽ നടക്കുമോ, തീരപ്രദേശങ്ങളിൽ നടക്കുമോ? നടന്നാൽ പോലും അത്രത്തോളം വരുമോ? ഇല്ല. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, സമതലങ്ങൾ, ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് ആണ് അല്ലെ. സമതലങ്ങളാണ് ഇന്ത്യയുടെ ഭക്ഷ്യ കലവറ. എന്തൊക്കെ കൊണ്ടാണ്? വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള അലൂവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണിന്റെ സാന്നിധ്യം അല്ലെ. അതുപോലെ തന്നെ പിന്നെന്തുണ്ട്? ആവശ്യത്തിന് നദികളുടെ സമ്പൽ സമൃദ്ധി അല്ലെ. ഗംഗ, യമുന, അതുപോലെ തന്നെ ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ മറ്റ് നദികൾ അല്ലെ, സത്ലജ്, അങ്ങനെയുള്ള മറ്റ് നദികളുടെ എല്ലാവരുടെയും അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് വെള്ളത്തിന്റെ അവൈലബിലിറ്റി, നല്ല അനുയോജ്യമായ കാലാവസ്ഥ, അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഗോതമ്പ്, അരി എന്നീ കൃഷികൾക്കൊക്കെ വളരെ സമ്പന്നമായ ഒരു പ്രദേശം കൂടിയാണ് സമതലങ്ങൾ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാൾവ പീഠഭൂമിയാണോ, ഛോട്ടാ നാഗ്പൂർ ആണോ, ആരവല്ലിയാണോ, ഡെക്കാൻ പീഠഭൂമിയാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമിയാണ് അല്ലെ. ഡെക്കാൻ പീഠഭൂമി നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഡെക്കാൻ പീഠഭൂമി അല്ലെ. ഇവിടെ കറുത്ത മണ്ണിന്റെ പ്രസൻസ് ഉണ്ട്. പരത്തി കൃഷിക്ക് വളരെ അനുയോജ്യമായതാണ്. ഈസ്റ്റേൺ ഗട്ട്സിന്റെയും വെസ്റ്റേൺ ഗട്ട്സിന്റെയും ഇടയിലായി അല്ലെ ട്രയാങ്കിൾ ഷേപ്പിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു പീഠഭൂമിയാണ്. വളരെ വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ കുറിച്ച് നമുക്കറിയാം അല്ലെ. മിനറൽ റിസോഴ്സസ് ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. അപ്പൊ കൃത്യമായിട്ട് പീഠഭൂമികൾ കൃത്യമായിട്ട് പഠിക്കും. ഇനി അടുത്തത് 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത് എന്നാണ്. ഝാറിയ, ഛത്തീസ്ഗഡ്, നെയ്വേലി, ഒഡീഷ. സ്ഥിരമായിട്ടുള്ള സാന്നിധ്യമാണ് ഈ ചോദ്യം. കൽക്കരിപ്പാടം അല്ലെ, കോൾ മൈൻ ഏതാണ്? ഝാറിയയാണ്, ഓപ്ഷൻ എ അല്ലെ. കോൾ മൈൻ ഝാറിയ എവിടെയാണെടാ? ജാർഖണ്ഡിലാണ് ഝാറിയ. കുക്കിംഗ് കോളിന് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഝാറിയ, ജാർഖണ്ഡിൽ. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്നും പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തുക അല്ലെ. ഏതാണ്? കൽക്കരി, വേലിയോർജം, ജൈവവാതകം, പെട്രോളിയം, സൗരോർജം. അപ്പൊ കൽക്കരി നമുക്കറിയാം എന്താണ്? മില്യൺസ് ഓഫ് ഇയേഴ്സ് പ്ലാന്റ് ബോഡീസിന്റെ ഭാഗങ്ങൾ ഭൂമിയുടെ അടിയിലുള്ള പ്രഷറിൽ നിന്നുണ്ടാവുന്നതാണ് കോൾ. അത് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് വീണ്ടും വൺസ് അത് തീർന്നു പോയാൽ പിന്നീട് അത് ഉണ്ടാവാനായിട്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുക്കും. സോ കൽക്കരി വരോ? ഇല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നതാണ് പുനഃസ്ഥാപന ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൽക്കരിയെല്ലാം പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കാം. അപ്പൊ വേലിയോർജം ഉണ്ടോ? ഇല്ല. നമുക്ക് വേലിയോർജത്തെ നമുക്ക് എടുക്കാം അല്ലെ. വേലിയോർജം ഉണ്ട്. പിന്നെ ജൈവവാതകം നമുക്ക് എന്താണ്? നമുക്ക് യാതൊരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കാത്തതാണ് അല്ലെ. പെട്രോളിയം കോള് പോലെ തന്നെയാണ്. ആനിമൽസിന്റെ ഇതിൽ നിന്നാണ് മില്യൺസ് ഓഫ് ഇയേഴ്സ് പെട്രോളിയം ഫോം ചെയ്യുന്നത്. അപ്പൊ അതും വരില്ല. സൗരോർജം നമുക്ക് ആവശ്യമായിട്ട് ലഭ്യമാണ്, വീണ്ടും ലഭിക്കുന്നതുമാണ്. നമ്മുടെ ആൻസർ 2, 3, 5. നമ്മുടെ ആൻസർ എന്താണെടാ? ഓപ്ഷൻ സി 2, 3, 5. 16ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? നെല്ല്, ഗോതമ്പ്, കടുക്,
പുകയില, ചോളം, പരുത്തി, ചണം, പഴവർഗ്ഗങ്ങൾ, കരിമ്പ്, നിലക്കടല. 10ഓളം വിളകൾ തന്നിട്ടുണ്ട്. ഇതിൽ ഖാരിഫ് വിളകൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? പറയടാ. നമ്മുടെ ആൻസർ എന്ത് വരും? താഴെ തന്നിരിക്കുന്നവൽ ഖാരിഫ് വിളകൾ അല്ലാത്തത് ഏതെല്ലാം? ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഇത് 4ഉം ഖാരിഫ് വിളകൾ അല്ല, അല്ലെ? ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ. ഇതില് ഗോതമ്പും കടുകും എന്താണ്? അത് റാബി വിളയാണ്, അല്ലെ? ഖാരിഫ് വിള എന്ന് പറയുമ്പോൾ ജൂൺ ജൂലൈ മാസം മുതൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ എന്താണ് വിതയ്ക്കുകയും അതുപോലെ തന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നതാണ് ഖാരിഫ് വിളകൾ. ഖാരിഫ് വിളകൾ ഗോതമ്പ്, കടുക്, പുകയില, പഴവർഗ്ഗങ്ങൾ ഉൾപ്പെടുന്നില്ല. ഗോതമ്പും കടുകും റാബി വിളയാണ്. പഴവർഗ്ഗങ്ങൾ എന്താണ്? പഴവർഗ്ഗങ്ങൾ ഒരു സൈദ് വിളയാണ് കേട്ടോ. സൈദ് വിളയാണ്. ഓക്കെ. അപ്പൊ നെല്ല്, പരുത്തി, ചോളം, നിലക്കടല, ചണം ഇതെല്ലാം ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ആൻസർ ഏതാണ്? നമ്മുടെ ആൻസർ 2348. 17ാമത്തെ ചോദ്യം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്? ചണം, പരുത്തി, കരിമ്പ്, റബ്ബർ. യൂണിവേഴ്സൽ ഫൈബർ നമുക്കറിയാം. ഓപ്ഷൻ ബി, പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്, അല്ലെ? കരിമ്പ് കൃഷിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനമാണുള്ളത്. കരിമ്പ് വിളവെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുത്തില്ല എങ്കിൽ കരിമ്പിലെ സൂക്രോസിന്റെ അളവ് കുറയും. അപ്പം ഇതിൽ നിന്നും ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. ശരിയാണ്, അല്ലെ? ഓക്കെ. കറുത്ത മണ്ണ്, എക്കൽ മണ്ണ് ശരിയാണോ? കരിമ്പിന് ഏറ്റവും അനുയോജ്യമായത് കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ്. കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യ 1ാം സ്ഥാനത്താണോ? അല്ല, അല്ലെ? നമ്മളോട് എന്താണ് ബന്ധമില്ലാത്ത പ്രസ്താവന. നമുക്ക് 1ാം സ്ഥാനം ഉണ്ടോടാ? ഇല്ല. പിന്നെ കരിമ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കരിമ്പ് വിളവെടുത്ത് കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ള ഫാക്ടറികളിൽ എത്തിച്ച് അതിന്റെ നീരെടുക്കുക, അല്ലെങ്കിൽ എന്ത് സംഭവം? സുക്രോസിന്റെ അളവ് കുറയുന്നതായിട്ട് കാണും. 19ാമത്തെ ചോദ്യം. സമത്വ സമാജം എന്ന പ്രസ്ഥാനം സ്ഥാപിച്ചതാര്? സമത്വ സമാജം ആരാണടാ? വൈകുണ്ഠസ്വാമികളാണ്, അല്ലെ? 1836 വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം എന്താണ് സ്ഥാപിക്കുന്നത്, അല്ലെ? വെന്നീജ ഭരണം എന്നൊക്കെ തിരുവിതാംകൂർ ഭരണത്തെ തിരുവിതാംകൂർ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഭരണത്തെയൊക്കെ അധിക്ഷേപിച്ച ഒരു വ്യക്തിയാണ്, അല്ലെ? ജാതി വ്യവസ്ഥയിൽ ഇതിനെല്ലാം പ്രതികരിച്ച് എല്ലാ വ്യക്തിത്വങ്ങളെയും ഒരുമിച്ചിരുത്തി ഇദ്ദേഹം സമത്വ സമാജം സ്ഥാപിച്ചു. വർഷം 1836. വൈകുണ്ഠസ്വാമികൾ ഓർത്തു വയ്ക്കുക. അടുത്തത് 20ാമത്തെ ചോദ്യം. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നതിൽ 2023 ജൂലൈ 14 നമ്മൾ ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത്. എന്താണെടാ? 2023 ജൂലൈ 14 ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നത്. അപ്പൊ ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് വളരെ വലിയൊരു സക്സസ് ആയിരുന്നു ചന്ദ്രയാൻ 3, അല്ലെ? സക്സസുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ഇത് വിക്ഷേപിക്കപ്പെടുന്നത്. LM-M3 M4 എന്ന വാഹനം, നിങ്ങൾ LV M3 M4 അങ്ങനെ പഠിച്ചു വെച്ചോളുക. അത് കഴിഞ്ഞ് റോക്കറ്റിലാണ് ഇതിനെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ എത്തിക്കുന്നത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യത്തെ രാജ്യം, അല്ലെ? ലാൻഡ് ചെയ്ത ആദ്യത്തെ രാജ്യം എന്നുള്ള പ്രശസ്തി ഇന്ത്യക്ക് ലഭിച്ചത് ഈ ചന്ദ്രയാൻ 3 എന്ന വിക്ഷേപണത്തിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ 2023 ജൂലൈ 14 2023 ഓഗസ്റ്റ് 23 നിങ്ങൾ കൃത്യമായിട്ടും ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ട് പഠിക്കുക. പിന്നെ ഇതിന്റെ പ്രോജക്ട് ഡയറക്ടറിനെ, ഇതിന്റെ ലാൻഡർ, റോവർ, ഏത് റോക്കറ്റിലാണ് പോയത്, അപ്പൊ ഇതുകൊണ്ടുണ്ടായ സക്സസിന്റെ എല്ലാ ആ സമയത്ത് ISRO ചെയർമാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതോടൊപ്പം നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക.
21ാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി. ഇപ്പൊ സ്വത്തവകാശം പണ്ട് മൗലിക അവകാശമായിരുന്നു, പിന്നീട് അതിനെ എന്ത് ചെയ്തു, മാറ്റി. അത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരം എന്നാണ് ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഓപ്ഷൻ സി ആണ്. 1978 44ാം ഭേദഗതി പ്രകാരമാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മുടെ 22ാമത്തെ ചോദ്യമാണ്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്നതാണ് ചോദ്യം. മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണടാ? അത് 42ാം ഭരണഘടനാ ഭേദഗതിയാണ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി ഓർത്തുവെക്കുക. എന്താണ് പ്രത്യേകത? സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് എന്ത് മൗലിക കടമകൾ എന്ന ആശയത്തെ നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ 1976 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ആഡ് ചെയ്യുന്നത്. തുടങ്ങിയ സമയത്ത് അതായത് 42ാം ഭരണഘടനാ ഭേദഗതിയായി ആഡ് ചെയ്തപ്പോൾ അത് 10 ആണെങ്കിൽ നിലവിൽ 11 ഭരണഘടനാ ഭേദഗതികളാണ് ഉള്ളത് എന്നത് ഓർത്തുവെക്കുക. ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചാൽ പാർട്ട് 4A ആർട്ടിക്കിൾ 51A ഭരണഘടനാ ഭേദഗതിയെ കുറിച്ച് പരാമർശിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്തത് 23ാമത്തെ ചോദ്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആര് എന്നതാണ് ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണ് എന്നാണ് ചോദ്യം. നമ്മളോട് ചോദ്യം എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരാണടാ? അത് ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓപ്ഷൻ ഡി, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഓക്കെ, അപ്പൊ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് നിലവിലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ. പ്രഥമ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓർത്തുവെക്കുക. ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് ഏത് ദിവസമാണ് എന്നാണ്? 22 ജൂലൈ 1947. ഓർത്തുവെക്കുക, 22 ജൂലൈ 1947 ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. അല്ലെ, 24 ജനുവരി 1950 ദേശീയ ഗാനവും ദേശീയ ഗീതവും അംഗീകരിക്കുന്നത്. ഓർത്തുവെക്കാം, 26-ാം തീയതി അല്ലേ ഫംഗ്ഷൻ, 2 ദിവസം മുമ്പേ ഗാനവും ഗീതവും പഠിക്കണ്ടേ? അപ്പോൾ 24 ജനുവരി 1950 ദേശീയ ഗാനവും ഗീതവും എന്താണ് അംഗീകരിച്ചത്. ദേശീയ ചിഹ്നമാണെങ്കിലോ 2026 ജനുവരി 1950 കൂടി ഓർത്തുവെക്കുക. അപ്പോൾ നമ്മളോട് ചോദ്യം ഇതായിരുന്നു, ദേശീയ പതാകയുടെ രൂപകൽപ്പന ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ് 22 ജൂലൈ 1947. ഓർക്കാറുണ്ടല്ലോ. അടുത്ത ചോദ്യം, വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വന്ദേ മാതരം, നമുക്ക് വന്ദേ മാതരം എടുത്തിരിക്കുന്നത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്, ബംഗാളി നോവലിൽ നിന്നാണ് അല്ലെ. അതിന് കുറച്ച് മുന്നിലേക്ക് PYQ ഇത് സംസ്കൃതമാണെന്നും എന്താ ബംഗാളി ഭാഷ, അങ്ങനെ പല ക്വസ്റ്റ്യൻസ് പല ആൻസർ. പക്ഷേ ഇത് ഇവിടെ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 25 PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, 24 നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, 26ാമത്തെ ചോദ്യം ഇതാണ്, ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏതാണ്? എന്താണ്? സത്യം ജയം ജയ ധർമ്മം ജയ, വെളിച്ചമേ നയിച്ചാലും സത്യം വധ ധർമ്മം ചര, സത്യമേവ ജയതേ. ഏതാണ്? സത്യമേവ ജയതേ. സത്യമേവ ജയതേ എന്നതാണ് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ 1950 ജനുവരി 26 അംഗീകരിച്ച ദേശീയ ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഇതാണ്, സത്യമേവ ജയതേ. ഓർത്തു വെക്കുക. ഇന്ത്യയുടെ അടുത്തത് 27ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാണ് ചോദിച്ചിരിക്കുന്നത്. ദേശീയ മൃഗമല്ല, ദേശീയ പൈതൃക മൃഗമാണ് ചോദിച്ചിരിക്കുന്നത്. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. പൈതൃക മൃഗം ആന.
ദേശീയ മൃഗം ഏതാണ്? കടുവ. ദേശീയ പക്ഷി ഏതാണ്? 1963 അംഗീകരിച്ച മയിലാണ്. ഗംഗാ ഡോൾഫിൻ ദേശീയ ജലജന്യ ജീവിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം ദേശീയ പൈതൃക മൃഗം ആന, ദേശീയ മൃഗമായി അംഗീകരിച്ചിരിക്കുന്നത് കടുവ. ഓർത്തുവെക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം. നാഷണൽ ഇൻഫോർമേഷൻ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്നാണ് ചോദ്യം. സ്ഥിരമായുള്ള സാന്നിധ്യം 2005 2005 നാഷണൽ ഇൻഫോർമേഷൻ കമ്മീഷൻ അഥവാ ദേശീയ വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചത്. ഓർക്കുമല്ലോ. ശരി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്നത് എവിടെയാണടാ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, പാർട്ട് 4A ആർട്ടിക്കിൾ 51A സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം നിലവിൽ വന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 3 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ല, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് പാർട്ട് 3 അല്ലെ? പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4 എന്തെങ്കിലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് DP സ്റ്റേറ്റ് പോളിസി. DP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അയർലൻഡിൽ നിന്നും കടം കൊണ്ട ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് നമ്മൾ പാർട്ട് 4 ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സ്, പാർട്ട് 2 നമ്മൾ സിറ്റിസൺഷിപ്പ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ചോദ്യം മൗലിക കടമകൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എവിടെയാണ്? 51A ആർട്ടിക്കിൾ പാർട്ട് 4A. റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിന് ഹൈക്കോടതികൾക്ക് അധികാരം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം. ഹൈക്കോടതിയാണ്, സുപ്രീം കോടതിയല്ല. ഓർത്തുവെക്കുക. ഹൈക്കോടതി ഓപ്ഷൻ D ആണ്, 226. സുപ്രീം കോടതിയാണെങ്കിലോ 32 അല്ലേ? ഓർക്കുമല്ലോ. അപ്പൊ റിട്ടുകൾ 5 റിട്ടുകൾ ഉണ്ടല്ലേ നമുക്ക്. ബ്രിട്ടനിൽ നിന്നല്ലേ നമ്മൾ റിട്ട് കടം കൊണ്ടത്. ഓർത്തു വെക്കുക. റിട്ട്. അപ്പം ഹൈക്കോടതി 226 അധികാരം നൽകുന്നത്. ഓക്കെ. അനുച്ഛേദം. ഏത് ഭരണഘടനാ അനുച്ഛേദമാണ് ഹൈക്കോടതികൾക്ക് റിട്ട് എന്ന അധികാരം നൽകുന്നത്? 226 എന്നത് ഓർത്തു വെക്കുക. അടുത്തത് INA രൂപീകരിച്ചത് ആരായിരുന്നു? INA ഇന്ത്യൻ നാഷണൽ ആർമി. തന്നിരിക്കുന്നതിൽ PSC അംഗീകരിച്ച ഉത്തരം ഏതാണ്? ഓപ്ഷൻ A സുഭാഷ് ചന്ദ്രബോസ് ആണ്. ആസാദ് ഹിന്ദ് ഫൗജ് അല്ലെ? നമുക്ക് സുഭാഷ് ചന്ദ്ര ബോസിനെ കുറിച്ച് പറയാം അല്ലെ? പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഒഡീഷയിലെ കട്ടക്കിലാണ് ജനിക്കുന്നത് അല്ലെ? ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് വ്യക്തത ഇന്നും വരുത്തിയിട്ടില്ല. അദ്ദേഹം മരിച്ചുപോയി എന്നൊക്കെ പറയുന്നു. 43 ഇദ്ദേഹം INA ഭാഗമാകുന്നത്. ഓക്കെ. 32 ചോദ്യം. ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ആര്? ലിട്ടൺ ആണോ? മെക്കാളെ ആണോ? മൗണ്ട് ബാറ്റൺ ആണോ? കാനിങ് ആണോ? ആരാണ്? ഏത് പ്രഭുവാണ് ഇന്ത്യൻ വർത്തമാന പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രാദേശിക ഭാഷാ പത്ര നിയമം വെർനാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്? 1878 വെർനാക്കുലർ പ്രസ് ആക്ട്, പ്രാദേശിക ഭാഷാ പത്ര നിയമം ലിട്ടൺ പ്രഭു കൊണ്ടുവരുന്നത്. ഓക്കെ. ഇത് 1882 റിപ്പൺ പ്രഭു എന്ത് ചെയ്തു? മാറ്റി, നിരോധിച്ചു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ A ലിട്ടൺ പ്രഭു. 33 ചോദ്യം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതായിരുന്നു? എന്താണ്? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി പണ്ഡിത രമാഭായി ബോംബെയിൽ സ്ഥാപിച്ച സ്ഥാപനം ഏതാണ്? പ്രാർത്ഥനാ സമാജാണോ? ശാരദാ സദനാണോ? ഹിതകാരിണി സമാജമാണോ? തിയോസഫിക്കൽ സൊസൈറ്റി ആണോ? ഏതാണ്? ശാരദാ സദനാണ് കേട്ടോ. ശാരദാ സദനാണ്. അപ്പൊ എവിടെയാണ് ശാരദാ സദൻ സ്ഥാപിച്ചത്? ബോംബെയിലാണ് സ്ഥാപിച്ചത്. ഓർക്കാം. അപ്പം എന്താണ് ഇതിന്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം? വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായിയാണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ISRO രൂപീകൃതമായ വർഷം. ചോദ്യം. ഇന്ത്യയുടെ അഭിമാന സ്ഥാപനം, നമ്മുടെ സ്പേസ് റിസർച്ച് ഏജൻസി അല്ലെ, ഓർഗനൈസേഷൻ ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമായ വർഷമാണ് ചോദിക്കുന്നത്. എന്നാണ്? 1969 ISRO സ്ഥാപിതമായത് 1960 ഇൻകോസ്പാർ 1962 സ്ഥാപിച്ചു. അതിന്റെ
അതിനുശേഷം ISRO സ്ഥാപിക്കപ്പെടുന്നത് 1960-ലാണ്. ഇതിന് നേതൃത്വം കൊടുത്തത് വിക്രം സാരാഭായി ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഇന്ത്യയുടെ സ്പേസ് റിസർച്ച് പ്രോഗ്രാമിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പം ഇന്ത്യയുടെ അഭിമാന സ്ഥാപനമായ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് 1969-ലാണ്. ഓർത്തുവയ്ക്കാം. അടുത്തത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു അല്ലെ. 1946 ഡിസംബർ 6 സ്ഥാപിക്കപ്പെട്ടു അല്ലെ. ഡിസംബർ 9 ഫസ്റ്റ് മീറ്റിംഗ്. ഡിസംബർ 11 പെർമനന്റ് പ്രസിഡന്റ് ആയിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നു. കൃത്യമായിട്ട് ഓർത്തു വെക്കുക. 1946 ഡിസംബർ 6 ഫോം ചെയ്യുന്നു. ഫസ്റ്റ് മീറ്റിംഗ് ഡിസംബർ 9. ഡിസംബർ 11 1946 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി പെർമനന്റ് അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ നിയമിക്കുന്നു. നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രസിഡന്റ് അല്ലെ, ലോങ്സ്റ്റ് സെർവിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത് 36ാമത്തെ ചോദ്യം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്ത ഏതു കൃതിയിൽ നിന്നാണ്? അല്ലെ, നമ്മൾ നേരത്തെയും ഈ ചോദ്യം വന്നു. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ മഠത്തിൽ നിന്നുമാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തത്. 24 ജനുവരി 1950-ലാണിത് നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നത്. ഓർക്കാം. അടുത്തത് ആരുടെ ജന്മദിനമാണ് നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? നമുക്കിവിടെ 2 പോയിന്റ് കിട്ടി. ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് നവംബർ 11. ആരുടെ ജന്മദിനമാണ്? നമ്മുടെ പ്രഥമ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓർക്കുമല്ലോ. ശരി. അടുത്ത ചോദ്യം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്തതാര് എന്നാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമായ വ്യക്തിത്വങ്ങളെ നമുക്കറിയണം അല്ലെ. ആര് എന്നാലേ ഇതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് പറ്റുള്ളൂ. ഫസൽ അലി ഉണ്ട്, HN കുൻസ്ട്രു ഉണ്ട്, KM പണിക്കർ ഉണ്ട്. അപ്പോ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ഭാഗമല്ലാത്ത വ്യക്തിത്വം VP മേനോൻ അല്ലെ. VP മേനോനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് കുറെ പോയിന്റ്സ് അറിയാം. സർദാർ വല്ലഭായ് പട്ടേലിനുമൊത്ത് അദ്ദേഹത്തെ എന്ത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തു എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിൽ വരണം. അടുത്തത് 39ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തമായി ആവിഷ്കരിച്ചത് ആര്? ബ്രെയിൻ ഡ്രെയിൻ തിയറി ആരുടേതാണെടാ? ദാദാബായി നവറോജി അല്ലേ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാബായി നവറോജി, ഫാദർ ഓഫ് പൊളിറ്റിക്സ് അല്ലെ, ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദാദാബായി നവറോജി അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും കാരണങ്ങളെ ചോർച്ചാ സിദ്ധാന്തം ബ്രെയിൻ ഡ്രെയിൻ തിയറി അല്ലെ എന്ന പുസ്തകത്തിലൂടെ നമ്മുടെ മുമ്പിൽ എത്തിച്ച വ്യക്തിത്വമാണ് ദാദാബായി നവറോജി. കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? VO ചിദംബരം പിള്ള. കപ്പലോട്ടിയ തമിഴൻ VO ചിദംബരം പിള്ള. ഓർത്തു വെക്കുക. അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ നിലവിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. ഓക്കെ അല്ലേ? മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ. ദേശീയ പുരസ്കാരമാണ്, നാഷണൽ അവാർഡാണ്. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? PJ ആന്റണി. ഓക്കെ. 43ാമത്തെ ചോദ്യം. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത. ആരാണെടാ? MD വത്സമ്മ. ഏഷ്യാഡ് അപ്പൊ AD വത്സമ്മ അല്ലെങ്കിൽ ഏഷ്യാഡിന്റെ അമ്മ. എങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കും, ഭയങ്കര കൺഫ്യൂസിംഗും ആണ്. അപ്പൊ ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? MD വത്സമ്മ. അടുത്തത് പാത്രക്കടവ് വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? വെള്ളച്ചാട്ടം ഏത് നദിയുടെ ഭാഗമാണ്? ഓർക്കാം. ആരുടെയാണ്? കുന്തിപ്പുഴ. നമ്മൾ ഓർത്തു വെച്ചാൽ മതി. മഹാഭാരതത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പാത്രം കൊടുത്തത് ആർക്കാണ്? കുന്തിക്കാണ്, കുന്തി ദേവിക്കാണ്. ആ ഒരു കണക്ഷൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം പാത്രക്കടവ് വെള്ളച്ചാട്ടം കുന്തിപ്പുഴയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
അടുത്തത് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ ഗുഹകൾ ഏത് കാലഘട്ടത്തിന്റെ അവശേഷിപ്പുകളാണ്? അപ്പൊ എടക്കൽ ഗുഹകൾ എവിടെ സ്ഥിതി ചെയ്യുന്നു? വയനാട്. ഏതാണ്? നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകളാണ് കേട്ടോ. നവീന ശിലായുഗത്തിന്റെ അവശേഷിപ്പുകൾ. അടുത്തത് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല. ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല ഏതാണ്? ഏതാണടാ? കണ്ടൽക്കാട് കാണണമെങ്കിൽ കണ്ണ് വേണ്ടേ? അപ്പം കണ്ണൂറാണ് ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ള ജില്ല. സ്ഥിരമായി ചോദിച്ചിരുന്നു. അടുത്ത ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം അല്ലെ? എന്താണ്? സൈലന്റ് വാലിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്ക് അറിയാം അല്ലെ? രണ്ടാമത്തെ വലുതാണ്. അപ്പം ഒരുപാട് പ്രത്യേകതകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരണം. നമ്മളോടുള്ള ചോദ്യം ഇതാണ്, ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ദേശീയോദ്യാനമായി എന്താണ്? 1984. ഓരോ എന്താണ് വർഷങ്ങൾ പഠിക്കുമ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് മൈൻഡിൽ വരുത്തുക അല്ലെ? 1984 ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കാസർഗോഡ് ഫോം ചെയ്ത വർഷം കൂടി 1984. നമ്മുടെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1984. ഓർക്കാം. അടുത്തത് 48ാമത്തെ ചോദ്യം, ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ് അല്ലെ? ബാണാസുരൻ, ആലോചിച്ച് നോക്കൂ, വലിയ വായൊക്കെയുള്ള ആളാണ്. അപ്പം ബാണാസുര സാഗർ അണക്കെട്ട് വയനാടിലാണ് എന്നോർക്കാം. കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം. അപ്പൊ അത് ആഘോഷമാക്കണ്ടേ? കഞ്ഞിയൊക്കെ വെച്ച് ആഘോഷിക്കാം. കഞ്ചിക്കോട് ജസ്റ്റ് കണക്ട് ചെയ്യാൻ പറഞ്ഞേ ഉള്ളൂ, ഓർത്തു വെക്കുക. കഞ്ചിക്കോട്. നമുക്ക് രാമക്കൽമേടൊക്കെ സംശയം തോന്നും. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി വൈദ്യുത നിലയം ഏത് എന്ന് ചോദിച്ചാൽ കഞ്ചിക്കോട് കാറ്റാടിപ്പാടം. ഓർക്കാം. അടുത്തത് 50ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 50ാമത്തെ ചോദ്യമാണ്, ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഷൊർണൂർ ആണ്. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച വ്യക്തിത്വം. വെണ്ണീച്ച ഭരണം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? സമത്വ സമാജം, വൈകുണ്ഠസ്വാമികൾ 1836 സമത്വ സമാജം സ്ഥാപിക്കുകയും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്ന് പ്രയോഗിക്കുക, അങ്ങനെ ഒരു വാക്കിലൂടെ വിശേഷിപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് വൈകുണ്ഠസ്വാമികൾ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം നൽകിയില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കുരിപ്പിക്കും. ഇത് ആരുടെ പ്രഖ്യാപനമാണ്? നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തു അല്ലെ? അദ്ദേഹത്തിന്റെ പേരാണ് അയ്യങ്കാളി. നമുക്ക് വളരെ ഫേമസ് ആണ് അയ്യങ്കാളിയെ കുറിച്ച് അല്ലെ? അയ്യങ്കാളിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മൈൻഡിൽ കൊണ്ടുവരിക. അടുത്തത്, സവർണജാഥ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സവർണജാഥ അല്ലെ? സവർണജാഥ ആരാണ് സവർണനാഥൻ ജയിച്ചതെന്ന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്, ഓർത്തു വയ്ക്കുക. വൈക്കം സത്യാഗ്രഹം. സവർണജാഥ വൈക്കം സത്യാഗ്രഹം 1924 ആരംഭിച്ച് 25 അവസാനിച്ച വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ് സവർണജാഥ. ഓർത്തു വയ്ക്കാം. 54ാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? വേദാധികാര നിരൂപണം ആരുടെയാണ്? അത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വേദാധികാര നിരൂപണം. ഓക്കെ, താഴെ തന്നിരിക്കുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെത് അല്ലാത്ത കൃതി ഏതാണ്? നമുക്കറിയാം, ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, ദൈവദശകം ശ്രീനാരായണ ഗുരു, ജാതിക്കുമ്മി അല്ല, ദർശനമാല ശ്രീനാരായണ ഗുരു. അപ്പൊ നമ്മുടെ ജാതിക്കുമ്മി ആരുടെ അല്ല? ജാതിക്കുമ്മി ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ പെടാത്തതാണ് എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, ജാതിക്കുമ്മി ആരുടെ കൃതിയാണ്? വളരെ ഫേമസ് ആണ്, കമന്റ് ചെയ്യണേ. 56ാമത്തെ ചോദ്യം, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആര്? പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യം. പ്രൈമറി പാർവതി. അപ്പം ഗൗരി പാർവതി ബായി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ആരാണ്? പാർവതി പ്രൈമറി. ഓക്കെ, ഓർത്തു വയ്ക്കുക, ഗൗരി പാർവതി ബായി ആണ്. അടുത്തത്, പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കിയ നോവൽ ആണ് കേരളസിംഹം. എന്നാൽ ഇത് രചിച്ചത് ആര് എന്നതാണ് ചോദ്യം. ആരാണ്? നമുക്ക് സിനിമയൊക്കെ ഇറങ്ങിയോണ്ട് വ്യക്തമായിട്ട് അറിയാം അല്ലെ? ആരാണടാ? സർദാർ KM പണിക്കർ. KM പണിക്കറാണ്ടെ വളരെ പ്രശസ്തമായ സിനിമയാക്കി നമ്മുടെ മഹാനായ നടൻ മമ്മൂട്ടി അഭിനയിച്ച് മനോഹരമാക്കിയ ആ കഥ, പഴശ്ശിരാജാവിന്റെ ജീവിതം എഴുതിയ വ്യക്തിത്വമാണ് സർദാർ KM പണിക്കർ. 1916 മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം പാലക്കാട് വെച്ച് നടക്കുകയാണ്. അപ്പം
16 വർഷം. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? പാലക്കാട്. എന്നാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നു അതിന്റെ അധ്യക്ഷൻ ആര് എന്നതാണ്. ആരാണ് മലബാർ ജില്ലാ കോൺഗ്രസ് 1916 നടന്ന മലബാർ ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചത് പാലക്കാട് വെച്ചാണ് നടന്നത്. നമുക്കറിയാം അത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ഓർക്കാം. അടുത്ത ചോദ്യം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് PRDS 1909 പത്തനംതിട്ട സ്ഥാപിച്ച PRDS എന്ന രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് കുമാര ഗുരുദേവൻ. പൊയ്കയിൽ യോഹന്നാൻ എന്നറിയപ്പെടുന്ന കുമാര ഗുരുദേവൻ. ഓർത്തുവെക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷൻ പദവിയിൽ ഇരുന്ന ഒരേ ഒരു മലയാളി ആര്? നമുക്ക് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചേറ്റൂർ ശങ്കരൻ നായർ. ചേറ്റൂർ ശങ്കരൻ നായർ. അടുത്തത്, മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? പെരികാർഡിയമാണോ, മെനിഞ്ചസ് ആണോ, പ്ലൂറയാണോ, മൈലിൻ ഉറയാണോ? അപ്പോൾ ഓരോന്നും ഇതെല്ലാം പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണങ്ങളാണ്. പക്ഷെ ഓരോ ഇന്നർ ഓർഗാനിസിനും നിങ്ങൾ കണക്ട് ചെയ്യുക. മസ്തിഷ്കത്തെ ആണെങ്കിൽ അത് മെനിഞ്ചസ് ആണെന്ന് ഓർത്തു വെക്കുക. മെനിഞ്ചസ്. അടുത്ത ചോദ്യം, ഒരു ബാക്ടീരിയ രോഗമല്ലാത്തത്. എലിപ്പനി ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയ ബാക്ടീരിയ രോഗമാണ്. ക്ഷയം ബാക്ടീരിയ രോഗമാണ്. ഹെപ്പറ്റൈറ്റിസ് അല്ലേ? ഹെപ്പറ്റൈറ്റിസ് AB ഒക്കെ ഉണ്ട് അല്ലേ? മഞ്ഞനോവിന്റെ കൂടിയൊരിത്, മഞ്ഞപ്പിത്തം എന്നൊക്കെ പറയും. ഹെപ്പറ്റൈറ്റിസ് അല്ലേ? അത് വൈറസ് ആണ്. ഓർത്തു വെക്കാം. അയഡിന്റെ അഭാവത്താൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടുന്നു. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ എന്താണ്? അയഡിൻ നമ്മുടെ ബോഡിയിൽ കൃത്യമായ അളവിൽ അയഡിൻ ഇല്ല എങ്കിൽ അപ്പൊ എന്താണ്? അവിടെ തൈറോക്സിന്റെ പ്രൊഡക്ഷൻ അവിടെ പ്രോബ്ലം ആവും, അത് കുറയും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അത് വളരും. ആ ഒരു അവസ്ഥയെ, ഒരു കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഗോയിറ്റർ. എല്ലാവർക്കും അറിയാം, തൊണ്ട ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ഗോയിറ്റർ. ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏത്? ഗോളരസന്ധി, വിജാഗിരി സന്ധി, തെന്നി നീങ്ങുന്ന സന്ധി, കീലസന്ധി എന്നാണ് ചോദ്യം. കൈക്കുഴ, കാൽക്കുഴ അല്ലെ? നമുക്ക് കാൽക്കുഴയിലൊക്കെ ഉണ്ടല്ലോ തെന്നി നീങ്ങി എന്നൊക്കെ പറയൂലേ? അപ്പൊ തെന്നി നീങ്ങുന്ന സന്ധി. 64 തെന്നി നീങ്ങുന്ന സന്ധി. അടുത്തത്, കേരളത്തിൽ ശിശു മരണനിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പം കോംപ്രിഹെൻസീവ് ന്യൂ ബോൺ സ്ക്രീനിങ് പ്രോഗ്രാം ഓർത്ത് വെക്കുക. എന്തിനാണിത്? അപ്പൊ കേരളത്തിലെ ശിശു മരണനിരക്കുകൾ കുറയ്ക്കാൻ വേണ്ടി നവജാത ശിശുക്കളിൽ നടത്തിവരുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഇതിന്റെ പേരാണ് ശലഭം പദ്ധതി. ഓർത്തു വെക്കാം, ശലഭം പദ്ധതി. അടുത്തത്, പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന റേച്ചൽ കഴ്സന്റെ പുസ്തകം. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റേച്ചൽ കഴ്സന്റെ വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് നിശബ്ദ വസന്തം. ആ നിശബ്ദ വസന്തം എന്ന് പറയുന്ന പുസ്തകം അതിന്റെ വരികളിലൂടെ പോകുമ്പോഴാണ് അതിന്റെ ആഘാതം, DDT പോലത്തുള്ള മാരകമായ കെമിക്കൽസിന്റെ ആഘാതം ഒരു നേച്ചറിനെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു എന്ന് അഫക്റ്റ് ചെയ്യുന്നു, അത് എന്തുമാത്രം ദോഷങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം റേച്ചൽ കഴ്സന്റെ പുസ്തകത്തിന്റെ പേരെന്ത്? നിശബ്ദ വസന്തം. അടുത്തത്, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത്? സൈലന്റ് വാലിയുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യമാണ്. 1984 നാഷണൽ പാർക്കായിട്ട് അല്ലെ? നാഷണൽ പാർക്കായിട്ട് നമ്മൾ സൈലന്റ് വാലിയെ എന്ത് ചെയ്യുന്നത്? കണക്കാക്കി തുടങ്ങിയത്. അപ്പൊ നമ്മളോട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ ഏത് എന്നാണ് ചോദ്യം. ഏതാണടാ? അതും കുന്തിപ്പുഴയാണ്. അപ്പൊ കുന്തി വളരെ സൈലന്റ് ആണെന്ന് ആലോചിക്കോ. സൈലന്റ് ആയിട്ട് സൈലന്റ് വാലിയിലൂടെ ഒഴുകും. അപ്പം നമ്മുടെ പാത്രക്കടവ് പദ്ധതി നമ്മൾ നേരത്തെ പറഞ്ഞു, അതും ഒന്ന് കണക്ട് ചെയ്യുക. അടുത്ത, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. അപ്പം കാസർഗോഡ്. അപ്പം തോട്ടവിള എവിടെയാണടാ? കാസർഗോഡാണ്. ഓർത്തു വെക്കാം, കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? 2021 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 2021 23 നടന്ന പരീക്ഷയ്ക്ക് 21 ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പരിസ്ഥിതി പുനഃസ്ഥാപനമാണ് കേട്ടോ. പരിസ്ഥിതി പുനഃസ്ഥാപനമാണ്.
2025 എന്താണെടാ, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് അല്ലെ. ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തീമുകളും അല്ലെ, ഓരോ സംഭവത്തിന്റെ തീമുകളും കൂടി നിങ്ങൾ നോക്കി വെക്കുക. ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിന്റെ പോർഷൻസ് എന്നും വരാം. ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോം. ഉപ്പിന്റെ അംശമുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ച് അവിടെ വളരുന്ന, നല്ല രീതിയിൽ വളരുന്ന വളരെ ഗുണമേന്മയുള്ള ഒരു നെല്ലിനമാണ് ഏഴോം എന്ന് ഓർക്കാം. ആറ്റത്തിനുള്ളിൽ കാണുന്ന കണങ്ങളെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അഥവാ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ശരിയാണ്. പ്രോട്ടോൺ ചാർജ് ഇല്ല, തെറ്റാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ശരിയാണ്. ന്യൂട്രോണിന് നെഗറ്റീവ് ചാർജ്, തെറ്റാണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പം ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണ്, അപ്പോൾ 1 ശരിയാണ് അല്ലെ. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ് ആണ്, 3 ശരിയാണ്. അപ്പോൾ 1, 3 ആണ് ശരി. ഏത് ലോഹത്തിന്റെ അയിര് ആണ് കലാമിൻ? അപ്പം നോക്കടാ, സിങ്ക്, ZINC, സിങ്കിന്റെ ഏറ്റവും ലാസ്റ്റ് സി. കലാമിൻ ഏതിന്റെയാണ്? സിങ്കിന്റെ അയിരാണ്. ഓർത്തു വെക്കുക. അഷ്ടനിയമം ആവിഷ്കരിച്ചത് ആര്? അപ്പോൾ ഒരു പുതിയ സ്ഥലത്ത് ന്യൂലാൻഡിലൊക്കെ പോകണമെങ്കിൽ കുറച്ച് നിയമങ്ങൾ അറിയണം. അത് അഷ്ടനിയമം തന്നെ അറിയണം. അപ്പം ന്യൂലാൻഡിൽ പോകണമെങ്കിൽ എന്ത് നിയമം അറിയണം? അഷ്ടനിയമം അറിയണം. അപ്പം അഷ്ടനിയമം ആവിഷ്കരിച്ചത് ആര്? ന്യൂലാൻഡ് ആണ്. ഡോബറൈനറും മെൻഡലീവും മോസ്ലി എല്ലാം നമുക്ക് വളരെ പ്രശസ്തരായ വ്യക്തിത്വങ്ങളാണ്. അവർക്കെല്ലാം ഓരോ സവിശേഷതയും ഉണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരണം. ജലത്തിന്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം H2O ആണല്ലേ. ഹൈഡ്രജനും ഓക്സിജനുമാണ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത്. PVC ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. PVCയുടെ പ്രത്യേകതകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ വരണം. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കുന്നത് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? അപ്പൊ ഇൻക്യുബേറ്ററിൽ നമ്മൾ മുട്ട വെച്ച് വിരിയിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ പണ്ടെല്ലാം അമ്മക്കോഴി അടയിരുന്നാലേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് ആധുനിക സംഭവങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇൻക്യുബേറ്ററിൽ നമുക്ക് മുട്ട എന്ത് ചെയ്യാം? വിരിയിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന് ഏത് തരത്തിലുള്ള താപപ്രസരണമാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വികിരണമാണ് കേട്ടോ, വികിരണം. 77ാമത്തെ ചോദ്യം, സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിക്കുന്നത്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിന്റേതിനേക്കാൾ ചെറുതായിരിക്കും. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് സവിശേഷത അറിയണം, എന്നാലേ അല്ലാത്തത് പറയാൻ പറ്റുള്ളൂ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം. അപ്പം വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിന്. അപ്പൊ സമതല ദർപ്പണത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? വസ്തുവിന് എന്ത് വലിപ്പമാണോ അതിൽ പ്രതിബിംബം ഫോം ചെയ്യുമ്പോഴും അതിനും അതേ വലിപ്പം തന്നെയായിരിക്കും. പിന്നെ പറയുന്നത് 1 ശരിയാണ്. പിന്നെ 4, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഇത് രണ്ടും സമതല ദർപ്പണത്തിന്റെ അതിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അല്ലാത്തത് ഏതൊക്കെയാണെടാ? അത് 2, 3 ആണ്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിൻ്റെതിനേക്കാൾ ചെറുതായിരിക്കും എന്നുള്ളത് തെറ്റാണ്. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവിനും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ തെറ്റായത് ഏതൊക്കെയാണ്? 2ഉം 3ഉമാണ്. ഇനിയും 78ാമത്തെ ചോദ്യമാണ്, ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയം എത്ര? SCERT പാഠപുസ്തകങ്ങളിൽ കൃത്യമായി കൊടുത്തിട്ടുള്ളതാണ്. ഇത് എത്രയാണ്? 8ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് 7, 8ലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് ഇത് അറിയാൻ പറ്റും. SCERTയിൽ ഓപ്ഷൻ എ ആണ് 27 1/3 ദിവസമാണ്. അപ്പൊ ചന്ദ്രന് ഒരു തവണ ഭ്രമണം ചെയ്യാൻ, ചന്ദ്രന് സ്വയം റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട സമയമാണ് 27 1/3 ദിവസം. 27 1/3 ഡേയ്സ്. അടുത്തത്, പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് നമ്മൾ വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ഒരു ചലനമുണ്ടല്ലോ, അത് ദോലനമാണോ, ഭ്രമണമാണോ, നേർരേഖാ ചലനമാണോ, വർത്തുള ചലനമാണോ? നേർരേഖാ ചലനം സ്ട്രെയിറ്റ് ലൈൻ അല്ല, നമുക്കറിയാം. ഭ്രമണം അല്ല, നമുക്കറിയാം. ദോലനമല്ല. പിന്നെ എന്താണ്? വർത്തുള ചലനമാണ്. ഓക്കെ. 80ാമത്തേത് അവസാനത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥ ഏത്? നമുക്കറിയാം വെള്ളത്തിന്റെ 3, സോളിഡ്, ലിക്വിഡ്, അതുപോലെ തന്നെ ഗേഷ്യസ് ഫോം നമുക്കുണ്ട് അല്ലെ. സോളിഡ് ആവുമ്പോൾ അത് ഐസും, ലിക്വിഡ് ആവുമ്പോൾ വാട്ടറും, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് ആവുമ്പോൾ വാട്ടർ വേപ്പർ അഥവാ നീരാവിയുമാണ്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടോ? നമുക്കൊന്ന് അത്ഭുതം തോന്നും. അതെ, അങ്ങനെയുണ്ട്. വെള്ളത്തിന് ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള അവസ്ഥ എന്ന് പറയുന്നത് നീരാവി ആയിരിക്കുമ്പോഴാണ്. എപ്പോഴാണ്? നീരാവി ആയിരിക്കുമ്പോഴാണ്. ഓർക്കാം. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു PYQ
സീരീസിലെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും എല്ലാവരെയും കാണാം. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക. കൂടുതൽ PYQ സീരീസ് കൃത്യമായി കാണുന്നതിന് വേണ്ടി സഹകാരി റേസ് പ്ലസിന്റെ ഈ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക. അതുപോലെ ഫോളോ ചെയ്യുക. താങ്ക്